ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോ ഓണക്കാല പച്ചക്കറി കൃഷി തുടങ്ങുന്ന സമയമാണ്. ഓണം വരാറായി. അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ കർഷകരും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്താണ് നമുക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത്. ഈ വിത്തുകൾ ഇപ്പൊ ഒരു മുറം പച്ചക്കറി, എല്ലാ വീട്ടിലും കൃഷി, അങ്ങനെയുള്ള പേരുകളിൽ ഗവൺമെന്റ് കൃഷിഭവൻ വഴി ധാരാളം വിത്തുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. VFPCK വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോർട്ടികോർപ്പ് വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വിത്തുകൾ എല്ലാ വീട്ടിലും തന്നെ എത്തിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ പല സാംസ്കാരിക സംഘടനകളും ഒരുപാട് തരം വിത്തുകൾ ഒരുപാട് രീതിയിൽ നമ്മുടെ കൈകളിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇത്രയൊക്കെ വിത്തുകൾ കൊടുത്തിട്ടും അതിന്റെ ഒരു പ്രൊഡക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നില്ല. കാരണം നമ്മൾ എല്ലാ ഓണത്തിനും പുറത്തു നിന്നുള്ള പച്ചക്കറികൾ വന്നിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ സദ്യകളെല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയൊക്കെ എഫർട്ട് എടുത്തിട്ടും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കാത്തത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ വിത്തുകൾ വാങ്ങിക്കൊണ്ട് പോയി പലരും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. പല പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ആ കൃഷി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിത്തുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ ബുദ്ധിമുട്ടുകൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ച് അതിനെന്താണ് പരിഹാരമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ ഈ ഓണത്തിന് കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കൃഷി കാര്യമായ രീതിയിൽ അറിയാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്ക് കൂടെ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഒരു സഹായമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നല്ല ഉൽപ്പന്നങ്ങൾ, വിഷരഹിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഗുണമേന്മ കൂടിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.